പ്രിയപ്പെട്ട മോമിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഈ അടുത്തായിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലെത്തിച്ചത് ഒരുപാട് കുഞ്ഞു മക്കളുടെ മരണവാർത്തകളാണ്. അവരുടെ ആ വേദനയിലാണ് നമ്മളൊക്കെ പങ്കുചേർന്നത്. നമ്മളൊക്കെ എന്നും പ്രാർത്ഥിക്കാറാണ് പതിവ്, നമ്മുടെ മക്കൾക്കൊന്നും വരുത്തല്ലേ എന്ന്. പക്ഷേ എന്നും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നത് മക്കളുടെ മരണവാർത്ത തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വേദനയിലാണ് നമ്മളൊക്കെ. ഒരുപാട് കുടുംബങ്ങളാണ് ഇന്ന് കണ്ണീരിലായത്. ആ കുടുംബത്തിൻ്റെ ഒക്കെ അവസ്ഥ നമുക്കൊക്കെ മനസ്സിലാവുന്നതാണ്. ഞാനൊക്കെ മനസ്സിലാക്കിയതാണ്. ചില കുടുംബത്തിലൊക്കെ നമ്മൾ പോയിട്ടുമുണ്ട്. ആ ഒരു മാതാപിതാക്കളുടെ അവസ്ഥ ഒന്ന് കാണേണ്ടതായിരുന്നു. യാ റബ്ബേ, പുറത്ത് റബ്ബേ, നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. ഇന്ന് മക്കൾ സ്കൂളിലേക്ക് പോയാൽ നമ്മളൊക്കെ നെഞ്ചിടിപ്പോടെയാണ് കാത്തു നിൽക്കുന്നത് അല്ലേ. ഇന്നലെ തന്നെ 3-4 മക്കളാണ് കുളത്തിൽ മുങ്ങി മരിച്ചത്. അതിലെല്ലാ വാർത്തകളും നമുക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ സാധിച്ചില്ല. ഒരുപാട് മരണവാർത്തകളൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ കാരണം നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ സാധിച്ചില്ല. പക്ഷെ നമ്മൾ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുക, മരണത്തെക്കുറിച്ച് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുക. മരണത്തെക്കുറിച്ച് നമ്മൾ എന്നും ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതവും മരണവും അവിടെ സന്തോഷത്തിലാവുകയാണ്. പടച്ചറബ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ, ആമീൻ. ശരിക്കും പറഞ്ഞാൽ ഏറെ പ്രയാസത്തിലാണ് നമ്മളൊക്കെ. ഇന്നും നമുക്ക് അറിയിക്കാനുള്ളത് ഒരു 18 വയസ്സുകാരൻ്റെ മരണം. ഈ കുട്ടിയും മുങ്ങിയാണ് മരണപ്പെട്ടത്. തീരുന്നില്ല, ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. 5 നേരവും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുക. കൊടുവള്ളിയിലെ ഈ ഒരു വിദ്യാർത്ഥിയാണ് മുങ്ങി മരണപ്പെട്ടു പോയത്. സൈനുദ്ദീൻ്റെ മകൻ മുഹമ്മദ് നാജിൽ. 18 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. വെണ്ണക്കോട് അയനിക്കുന്നിമ്മൽ സൈനുദ്ദീൻ്റെ മകനാണ് മുഹമ്മദ് നാജിൽ. കൊടുവള്ളി KMOയിലെ ഹുദവി വിദ്യാർത്ഥിയായിരുന്നു പൊന്നുമോൻ. താമരശ്ശേരി കരുവൻപുഴയിൽ ഭാഗത്തുള്ള ആ ഒരു പൊതുകുളത്തിലാണ് ഈ അപകടം നടന്നത്. ഏറെ ആഴമുള്ള കുളമാണത്രേ അത്. നിരവധി ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നായി വന്ന് കുളിക്കുന്ന ഒരു കുളമാണത്. നാജിൽ മോൻ അവിടെ എത്തുന്നത് കൂട്ടുകാരുമൊത്തായിരുന്നു. കൂട്ടുകാരുമൊത്ത് കുളിക്കുമ്പോഴാണ് നാജിൽ മോന് മുങ്ങിപ്പോകുന്നത്. അങ്ങനെ തന്നെയാണ് ഒരുപാട് മരണങ്ങളുണ്ടായത്. കൂട്ടുകാരിൽ ആരെങ്കിലും 2 പേർക്കായിരിക്കും ശരിക്കും നീന്താൻ അറിയാവുക. ബാക്കിയുള്ള കുട്ടികൾക്കൊന്നും നീന്താൻ അറിയുണ്ടാവില്ല. എന്നാലും അവരുടെ കൂടെ വാടാ നമുക്ക് കുളിക്കാം, നിന്നെ നീന്തൽ പഠിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില മക്കൾ ഇങ്ങനെ കുളിക്കാൻ പോകുന്നത്. പക്ഷേ ഇങ്ങനെ കുളിക്കുന്നതൊക്കെ ശരി, അവിടെ മുതിർന്ന ആളുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടാം. ഈ ചെറിയ മക്കൾ എന്ത് നീന്താൻ അറിയാവെന്ന് പറഞ്ഞാലും ഇങ്ങനെ അപകടം സംഭവിച്ചാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജലാശയത്തിനോടുള്ള കളി വളരെയേറെ ഡേഞ്ചറാണ്. അത് നമ്മൾ ഈ അടുത്തായിട്ട് അറിഞ്ഞതുമാണ്, അനുഭവിച്ചതുമാണ്. ഓരോ വീടുകളും ഇന്ന് കണ്ണീരിലാണ്. നീന്തൽ അറിയാതെ അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളോടൊപ്പം നീന്തൽ പഠിക്കാൻ പോകുന്നു, അവിടുന്ന് മുങ്ങി മരിക്കുന്നു. ഇതാണ് ഈ അടുത്തായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഉപ്പയോ ജ്യേഷ്ഠനോ ആ മക്കളെയും കൊണ്ട് ഈ നീന്തൽ പഠിപ്പിക്കുക. ഇങ്ങനെ കൂട്ടുകാരുമൊത്ത് അവർ പോകുന്നത് കുറച്ചെങ്കിലും കുറഞ്ഞു കിട്ടും. വേറെ ഞാൻ ആലോചിച്ചിട്ട് വേറെ വഴിയൊന്നും കാണുന്നില്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ കുട്ടികൾ മരണപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് മനസ്സിലാവുന്നില്ല, നന്നായി നീന്താൻ അറിയുന്നവർ പോലും മുങ്ങി മരണപ്പെട്ടു പോവുകയാണ്. നാജിൽ ചെറിയ നിമിഷം കൊണ്ടാണ് മരണത്തിലേക്ക് എത്തിയത്. ആ മോന് മുങ്ങിയ ഉടനെ തന്നെ പുറത്തെടുത്തു എങ്കിലും ആ മോൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ഏറെ വിലപ്പെട്ടതാണ്. അതങ്ങ് കുറഞ്ഞു പോയാൽ പൂർണ്ണ രീതിയിലേക്ക് എത്തിക്കാൻ വലിയ പ്രയാസമായിരിക്കും. ഇതുപോലെ മുങ്ങിപ്പോയാൽ നമ്മൾ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചാൽ അവർക്ക് ചെറിയൊരു ശ്വാസം ഉണ്ടാകും. പക്ഷേ അത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റില്ല. നിർത്തിക്കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതാണ് പറയുന്നത്, വെള്ളത്തോടും തീയോടും കളിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന്. അകപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ഒരുപാട് പാടാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം ആ പൊന്നുമോന് വേണ്ടി, ആ മോൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി.
പിന്നെ നമുക്ക് ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത കിട്ടിയത് ഈ ഒരു മോൻ്റെ മരണമാണ്. ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മരണമായി പോയി ഈ പൊന്നുമോൻ്റെ. എല്ലാവർക്കും ഏറെ ഇഷ്ടമായിരുന്നു ഈ ഒരു പൊന്നുമോനെ. നന്നായി സംസാരിക്കുന്ന ഒരു മോനായിരുന്നു. ആ നാട് തന്നെ ഇന്ന് നോവായി മാറിയിരിക്കുകയാണ്. 4 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഈ പൊന്നുമോന് എങ്ങനെയാണ് മരണപ്പെട്ടതെന്നറിയോ? നിങ്ങളൊക്കെ വല്ലാതെ സങ്കടത്തിലാകും. ഈ മോൻ്റെ അച്ഛൻ എയർഫോഴ്സിലായിരുന്നു. അച്ഛൻ നാട്ടിൽ വന്നു പുതിയൊരു കാറ് വാങ്ങി. അങ്ങനെ അവർ ടൂറിന് പോവുകയാണ്. ഇത് ഈ പൊന്നുമോൻ അറിഞ്ഞപ്പോൾ അവന് പരിചയമുള്ളവരോടൊക്കെ അവൻ പറയാണ്, ഞാൻ ടൂറിന് പോവുകയാണ്. വളരെ ആവേശത്തോടെ കണ്ടവരോടൊക്കെ ഈ മോന് ഞാൻ ടൂറിന് പോവുകയാണെന്ന് എല്ലാവരോടും യാത്ര ചോദിക്കുകയായിരുന്നു. ഞാൻ ഏറെ സങ്കടപ്പെട്ടു. ഈ വീഡിയോ അടക്കം ഉണ്ടായിരുന്നു. നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല. അത് കണ്ടു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നെനിക്കറിയാം. അങ്ങനെ യാത്രക്കിടെ വാഗമണ്ണിലെ ചാർജിങ് സ്റ്റേഷനിൽ വെച്ച് അമ്മയുടെ മടിയിലിരുന്ന് പാല് കുടിക്കുകയായിരുന്നു പൊന്നുമോന്. അപ്പോൾ ഇവരുടെ കാറ് ചാർജ് ചെയ്യുന്നതിനിടെ മറ്റൊരു കാറ് പാഞ്ഞു കയറിയാണ് ഈ അമ്മയും കുട്ടിയും അപകടത്തിൽപ്പെടുന്നത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആ മോന് മരണപ്പെടുകയായിരുന്നു. ആ ഒരു വീഡിയോ സഹിതം കണ്ടിരുന്നു. വളരെ വേദനയായിപ്പോയി. ഒരു കസേരയിലിരുന്ന് ആ മോന് പാല് കൊടുക്കുകയായിരുന്നു ഈ അമ്മ. അതിനിടയ്ക്കായിരുന്നു പെട്ടെന്നൊരു കാറ് പാഞ്ഞ് കയറുന്നതും ഇവരതിനടിയിലാകുന്നതും. ഓടി വന്ന് അച്ഛൻ കൈകൂപ്പിക്കൊണ്ട് ഒന്ന് കാറ് നിർത്തൂ എന്ന് അലറി വിളിച്ചു പറയുന്ന ആ ഒരു രംഗം, സുബ്ഹാനല്ലാഹ്. പടച്ച റബ്ബേ, ഇതുപോലൊരു അവസ്ഥ ഒരു മാതാപിതാക്കൾക്കും നീ കൊടുക്കല്ലേ റബ്ബേ. ഇതുപോലൊരു രംഗം ഞങ്ങൾക്കൊന്നും കണ്ടു നിൽക്കാൻ വയ്യ റബ്ബേ. ഈ മരണപ്പെട്ട പൊന്നുമോൻ്റെ പേര് അയൻഷ്നാദ് എന്നായിരുന്നു. അവിടെയുള്ള അയൽവാസികളൊക്കെ ഏറെ വേദനയിലാണ്. ആർക്കും പറഞ്ഞിട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു മരണം. അവരോടൊക്കെ യാത്ര ചോദിച്ച് പൊന്നുമോന് പോയതാ. ഈ കുടുംബം കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു വാഗമണ്ണിലേക്ക് പുതിയ കാറുമായി വിനോദയാത്ര പുറപ്പെട്ടത്. എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെയൊക്കെ മക്കൾ മരണപ്പെട്ടു പോകുന്നത്. പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ മരണപ്പെട്ടുപോയ പൊന്നുമക്കളുടെ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബേ. ഇവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങിനെയുള്ള മരണത്തെ തൊട്ട് നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് ഖബറിൻ്റെ കരയിലാണ് റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നീ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങൾ ഞങ്ങൾക്കാർക്കും തരലേ റബ്ബേ. പടച്ച റബ്ബേ, ഒരുപാട് മക്കൾ ഇന്ന് മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ. സമാധാനം നീ കൊടുക്കണേ റബ്ബേ. ആ മക്കളുടെയൊക്കെ ഖബർ നീ വിശാലമാക്കി സ്വർഗമാക്കി കൊടുക്കണേ റബ്ബേ. ആ മക്കൾക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരും മുഷിപ്പ് തോന്നരുത് പ്രിയപ്പെട്ടവരെ.